പലപ്പോഴും ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് സ്കൂളിൽ വരുന്ന ഒരു കുട്ടിയെ അല്ലെ ആ കുട്ടിക്ക് കിട്ടാതെ പോകുന്ന സ്നേഹം, കരുതൽ, അല്ലെ ഒരു ശ്രദ്ധയൊക്കെ നല്ല ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റും സ്കൂളിൽ. അപ്പം ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നവർ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് സ്കൂളിൽ പോകുന്നവർ, അവിടെ അവർ ടീച്ചേഴ്സ് അവരുടെ ഇമോഷൻസ് ചോദിക്കും. ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യും, വില കൊടുക്കും. ഓ ഓക്കെ, ഇന്ന് ഒത്തിരി സങ്കടമായിരുന്നോ വീട്ടിൽ? ഇങ്ങനെയൊക്കെ അവരോട് ചോദിച്ച് അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് കുട്ടിക്ക് തോന്നുന്നത്. കേൾക്കുന്ന ആളുകൾ കുട്ടികളുടെ ഇമോഷൻസിനെ വില കൊടുക്കണം. ഒത്തിരി സങ്കടമായി പോയി അല്ലേ? ഇപ്പോൾ നമ്മൾ ഇമോഷൻസിനെയൊക്കെ നെയിം ചെയ്യാനായിട്ട് കൗൺസിലിങ്ങിൽ, തെറപ്പിയിൽ ഉപയോഗിക്കുന്നത് ഒരു സ്കെയിലിംഗ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഓൺ എ 0 to 10 സ്കെയിലിൽ 0 എന്ന് പറയുന്നത് ഒട്ടും സങ്കടമില്ലാത്ത അവസ്ഥ, 10 എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിട്ടുള്ള സങ്കടം അല്ലെങ്കിൽ ആങ്കർ, അതിലെവിടെയാണ് നിൽക്കുന്നത്? 1-ലാണോ 2-ലാണോ? അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇമോഷൻസിന് വില കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു നെഗറ്റീവ് ഇമോഷൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമാണ് ടീച്ചറെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആ ഇമോഷന് വില കൊടുത്ത് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒത്തിരി സങ്കടമായിപ്പോയോ? എന്തുകൊണ്ട് അത്ര സങ്കടപ്പെടുത്തിയേ? അപ്പോൾ അതൊരു ബന്ധം ഉണ്ടാക്കുവാണ്. ചിലപ്പോൾ അങ്ങനെ വീട്ടിലാരും കേൾക്കുന്നുണ്ടാവത്തില്ല.